ബക്കറാക്കി അഞ്ചനാട്ടോ വരുന്നത് കണ്ടില്ലേ? മുൻപ് പരിചയപ്പെട്ടത് ഷൗക്കത്ത് അലി, ഇത് അഞ്ചൻ ഉസ്മാൻ, ഒരാളും കൂടി ഉണ്ട് ഉമ്മർ. ഖത്തീബിന്റെ നേതൃത്വത്തിൽ ഞങ്ങളെല്ലാവരും ഓരോരുത്തരുടെയും ബന്ധപ്പെട്ടവരുടെ കബറരികിൽ പോയി നിൽക്കുകയും യാസീൻ ഓതുകയും സൂറത്തുകൾ ഓതുകയും സന്തോഷത്തിലും റാഹത്തിലുമായി കൊടുക്കണമല്ലോ. നാട്ടിന് വേണ്ടി, ദീനിന് വേണ്ടി, രാജ്യത്തിന്റെ ഒരുപാട് മുന്നേറ്റത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരുപാട് സഹോദരന്മാർ, കാരണന്മാർ, സഹോദരിമാർ, പലവരും ദീനിന് വേണ്ടി സഹായിച്ചവരെന്ന് കബറാകുന്ന കൂറിയിട്ടിലാണ് റഹ്മാനെ. അവർക്ക് നീ മഹഫിറത്ത് നൽകണമല്ലോ. ഈ ദിവസത്തിന്റെ ബർക്കത്ത് കൊണ്ടോടെ കബറിനെ സന്തോഷത്തിലും പ്രകാശിപ്പിക്കുകയും ചെയ്യണേ. ഹലോ പ്രിയമുള്ളവരെ, എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ബലിപെരുന്നാൾ ദിവസമാണ്. ഞങ്ങൾ എല്ലാവരും രാവിലെ വീട്ടിൽ നിന്ന് കുളിച്ച് പുതുവസ്ത്രങ്ങളൊക്കെ ധരിച്ച് സുഗന്ധദ്രവ്യങ്ങൾ പൂശി പള്ളിയിലേക്ക് പുറപ്പെട്ടു. പള്ളിയിൽ വന്നു, ഒളു എടുത്തു, പള്ളിയിൽ കയറി ഖത്തീബിൻ്റെ പ്രസംഗവും പെരുന്നാൾ നമസ്കാരവും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി പള്ളിയുടെ മുറ്റത്ത് നിന്ന് ഞങ്ങളെ ഒരുപാട് യുവാക്കൾ പുറത്താണ് ജോലി ചെയ്യുന്നവർ. അവരൊക്കെ ഇന്ന് വന്നിരുന്നു. അവരൊക്കെ കണ്ട് സലാം പറഞ്ഞു, ആലിംഗനം ചെയ്തു. എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഖബർസ്ഥാനിലേക്ക് നീങ്ങി. നിങ്ങൾ കാണുന്നില്ലേ ഞങ്ങളുടെ പള്ളി? ഈ പള്ളിക്ക് ചുറ്റും അൽഹംദുലില്ലാ ഒരു 5 ഏക്കറോളം ഖബർസ്ഥാനുണ്ട്. ആ ഖബർസ്ഥാനിൽ ഒരുപാട് ആളുകൾ അന്ത്യവിശ്രമം കൊള്ളുന്നവരുണ്ട്. അതിൽ ഞങ്ങളുടെ വാപ്പമാരുണ്ട്, ഞങ്ങളുടെ ഉമ്മമാരുണ്ട്, ഞങ്ങളുടെ സഹോദരന്മാരുണ്ട്. അതേപോലെ തന്നെ ഞങ്ങളെ കൂടെ പല കാര്യങ്ങളിലും പ്രവർത്തിച്ചവരുണ്ട്. അവരൊക്കെ ഇന്ന് 6 അടി മണ്ണിൻ്റെ ഉള്ളിലാണ്. ഖത്തീബിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങളെല്ലാവരും ഓരോരുത്തരുടെയും ബന്ധപ്പെട്ടവരുടെ കബറരികിൽ പോയി നിൽക്കുകയും യാസീൻ ഓതുകയും സൂറത്തുകൾ ഓതുകയും ദുആ ചെയ്യുകയും ചെയ്ത് റഹ്മാനായ റബ്ബെ ഇവരുടെ കബറിനെ വിശാലമാക്കി കൊടുക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഖബർസ്ഥാനിൽ നിന്നും വീണ്ടും ഞങ്ങൾ പോയത് ഒവുകത്തറുക്കുന്ന വേദിയിലേക്കാണ്. അവിടെയും ദിക്റുകൾ എല്ലാം ചൊല്ലിക്കൊണ്ട് പിന്നെ ഞങ്ങളുടെ ചെറിയ കൊച്ചു ഗ്രാമത്തിലേക്ക് വന്നു. അവിടെ വന്ന് ഒരു ചായയൊക്കെ കുടിച്ച് കുറച്ച് മുട്ടായികളെല്ലാം വാങ്ങി ഞങ്ങളെ വീട്ടിലേക്ക് പോയി. വീട്ടിലേക്ക് ചെന്ന് ഞങ്ങളുടെ ഭാര്യമാർ, ഞങ്ങളുടെ കുട്ടികളെല്ലാം പുതുവസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് വളരെയധികം സന്തോഷത്തോടെ നിൽക്കുകയാണ്. അവരെയെല്ലാം കെട്ടിപ്പിടിച്ചു, സലാം പറഞ്ഞു, പായസം അതേപോലെ മധുര പലഹാരങ്ങളൊക്കെ കഴിച്ചു. ഇനി ഞങ്ങളെ ബന്ധുമിത്രാദികൾ, ഞങ്ങളെ കുടുംബങ്ങൾ, ഞങ്ങളുടെ അയൽവാസികൾ, ഞങ്ങളെ സ്നേഹിക്കുന്നവർ, അവരുടെ ഒക്കെ വീട്ടിലൂടെ ചെല്ലും. അവർക്കൊക്കെ വല്ല മുട്ടായി എന്തെങ്കിലും വിതരണം ചെയ്യും, സ്നേഹം പങ്കുവെക്കും. ആയതുകൊണ്ട് എൻ്റെയും ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെയും 1000 ബലിപെരുന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു. വീണ്ടും കാണാം എന്ന മോഹത്തോടെ. മസ്സലാമ.